പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക നിയമാവർത്തന പുസ്തകം 3, 4 അധ്യായങ്ങളാണ്. അധ്യായം 3, ഓഗിനെ കീഴടക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും ഏദറയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, അവനെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു. അവന്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി. കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. 60 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോബ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം. ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ. ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു. എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു. ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം മുഴുവൻ 2 അമോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി. ഹെർമോണിനെ സിദോണിയർ സിറിയോൺ എന്നും അമോര്യർ സെനീർ എന്നും വിളിക്കുന്നു. സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു. റഫായിം വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. അത് ഇന്നും അമോന്യരുടെ റബ്ബായിൽ ഉണ്ടല്ലോ. സാധാരണ അളവിൽ 9 മുഴമായിരുന്നു അതിന്റെ നീളം, വീതി 4 മുഴവും. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഗിലെയാദ് മലനാടിന്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു. ഗിലെയാദിന്റെ ബാക്കി ഭാഗവും ഓഗിന്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോബ് പ്രദേശം മനാസയുടെ അർദ്ധഗോത്രത്തിന് ഞാൻ നൽകി. റഫയീമിന്റെ ദേശം എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. മനാസെ ഗോത്രജനായ യായിർ ഗഷുറിയരുടെയും മാക്കത്യരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം കൈവശമാക്കി. അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ്ബോത്ത് യായിർ എന്നു പേർ കൊടുത്തു. അതുതന്നെയാണ് ഇന്നും അതിന്റെ പേര്. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. ഗിലെയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു. നദിയുടെ മധ്യമാണ് അതിർത്തി. അമോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം. ജോർദാൻ അതിർത്തിയായി അരാബായും കിന്നരത്ത് മുതൽ കിഴക്ക്
പിസ്ഗ മലയുടെ ചരിവിനു താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുമുള്ള സ്ഥലം അവർക്ക് കൊടുത്തു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരുടെ മുൻപേ പോകണം. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അന്ന് ഞാൻ ജോഷിയോട് കൽപ്പിച്ചു, ഈ 2 രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. മോശ കാനാനിൽ പ്രവേശിക്കുകയില്ല. അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? ജോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. ജോഷയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും. അതിനാൽ ബേത് പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചു. അധ്യായം 4. വിശ്വസ്തത പാലിക്കുക. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽ പെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽ പെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ
ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ഹോറബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുൻപിൽ വിളിച്ചു കൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. വിഗ്രഹാരാധനയ്ക്കെതിരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അവ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു. ഞാൻ ജോർദാൻ കടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടുന്ന് എന്നോട് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും, ജോർദാൻ കടന്നു പോകില്ല. എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ആ വിശിഷ്ട ദേശം കൈവശപ്പെടുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിക്കുമാറ് അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു. ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്തു നിന്ന് നിങ്ങൾ അറ്റുപോകും. അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല. നിങ്ങൾ നശിപ്പിക്കപ്പെടും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ക്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും നിങ്ങൾ സേവിക്കും. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. നിങ്ങൾക്ക്
ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തു നിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അഭയനഗരങ്ങൾ. പിന്നീട് ജോർദാനക്കരെ കിഴക്കു ഭാഗത്ത് 3 പട്ടണങ്ങൾ മോശ വേർതിരിച്ചു. പൂർവ്വവിരോധം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ വധിക്കാനിടയായവന് ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയെത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്. മരുഭൂമിയിലെ സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബേസർ റൂബൻ വംശജർക്കും ഗിലെയാദിലുള്ള റാമോത്ത് ഗാദ് വംശജർക്കും ബാഷാനിലുള്ള ഗോലാൻ മനാസെ വംശജർക്കും വേണ്ടിയാണ് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും. ജോർദാന്റെ മറുകരെ ബേത്പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യത്തിലായിരുന്നു ബേത്പെയോർ. അവർ സീഹോന്റെ രാജ്യവും ബാഷാനിലെ രാജാവായ ഓഗിന്റെ രാജ്യവും കൈവശമാക്കി. ജോർദാനക്കരെ കിഴക്കു ഭാഗത്ത് വസിച്ചിരുന്ന അമോര്യ രാജാക്കന്മാരായിരുന്നു അവർ. അർണോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അരോവേർ മുതൽ സിയോൻ മല, അതായത് ഹെർമോൺ വരെയും ജോർദാന്റെ മറുകരെ കിഴക്ക് ഭാഗത്തുള്ള അരാബ മുഴുവനും പിസ്ഗായുടെ ചെരുവിന് താഴെയുള്ള അരാബ കടൽ വരെയുമാണ് അവർ കൈവശപ്പെടുത്തിയത്.